ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളിപ്പള്ളിയിലാണ്, നമ്മുടെ എറണാകുളം. ഇവിടെ നമ്മുടെ 3 സുഹൃത്തുക്കൾ ഇന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണേണ്. ഡിക്സൺ, ജോമി, ഷിജു അല്ലേ? അപ്പോൾ ഒരു 3 നേരം കൂടി ഇന്ന് യാത്ര തിരിക്കണേണ്. അച്ഛൻ്റെ പ്രാർത്ഥന ആശീർവാദമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു വേളയിൽ ഇവരൊന്ന് നിങ്ങളെ കാണിക്കുമെന്ന് കരുതി. അച്ഛാ, ഈ ടൈമിൽ എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു തീരുമാനമാണ് ഇവരെടുത്തിരിക്കുക. ഭാരതത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തുക എന്നുള്ളത് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ചും റോഡ് മാർഗമാണ് ഇവരെ യാത്ര മുഴുവൻ നടത്തുക. സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങളുമായിട്ട് ഇടപഴകി സംസാരിച്ച് ഭാരതത്തിൻ്റെ പൈതൃകത്തെ, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ പൈതൃകത്തെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഭാരത പൗരന്മാരെന്ന നിലയിൽ കൂടുതൽ അഭിമാനിക്കുവാനും ഭാരതത്തിൻ്റെ ആത്മീയ സമ്പത്തിൽ കൂടുതൽ അറിവ് നേടുവാനും ഇവർക്കതുകൊണ്ട് സാധിക്കും. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇനി ഈ ഒരു സന്തോഷവേളയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ എല്ലാവരും ഇന്ത്യ വിട്ട് പുറത്തു പോകാനാണ് ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേറ്റുകളും ഇന്ത്യ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പുറത്തേക്ക് പോയാൽ മതി. ഓരോ സ്റ്റേറ്റിൻ്റെയും സ്പന്ദനം അറിയണം എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇത് കുറച്ച് മാസങ്ങളായി ഇത് പ്ലാൻ ചെയ്തിട്ട്. പിന്നെ എല്ലാവരും പ്രാർത്ഥനയിൽ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. വേറൊന്നുമില്ല, നമ്മൾ ഇന്ത്യനെ പറ്റി കൂടുതൽ അറിയാമല്ലോ. നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചാൽ മാത്രം പോരല്ലോ. ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളും അത്യാവശ്യം മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോകാനുള്ള ഒരു താല്പര്യം, അതാണ് ഞങ്ങളെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. പിന്നെ സാറുണ്ടല്ലോ, സാറിന് ഇടുക്കി രാജീവ് സാർ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഇത് പേര് ജിജി. ഓക്കെ, സുഹൃത്ത് ഡിക്സണും സുഹൃത്തുക്കൾക്കും ഈ ഓൾ ഇന്ത്യ പര്യടനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാനിവിടെ എടുത്ത് ചോദിക്കാൻ വേണ്ടി ഇവിടെ ഫാമിലിയൊക്കെ നിൽക്കേണ്ടത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഡിക്സൻ്റെ അമ്മച്ചി എന്താണ് ഈ സന്തോഷവേളയിൽ? എന്തായാലും തിരിച്ചു വന്നു കഴിയുമ്പോണ്ടില്ല അല്ല, വൈഫിനെ കൊണ്ടിട്ട് അടുത്ത ട്രിപ്പ് പോകേണ്ടവരുണ്ടല്ലോ, ഈ പ്രശ്നം കൊണ്ട അതിനുള്ള കാശ് സന്തോഷം. അതെ അതെ, അവർക്ക് അങ്ങനെ ഒരു യോഗം കിട്ടി, അവർ പോയി അല്ലേ എൻജോയ് ചെയ്തിട്ടൊക്കെ കണ്ട് മനസ്സിലാക്കി വരട്ടെ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ? അല്ലേ, എന്താ സന്തോഷം മാത്രം, അവരുടെ ആഗ്രഹത്തിന് എല്ലാം സാധിക്കട്ടെ. ഇവിടെ അവർക്ക് കൊടുക്കാനുള്ള റോസാപ്പൂ ഒക്കെ റെഡി ആയി. അയ്യോ, ഹാപ്പി ആയിട്ട് പോയിട്ട് വരട്ടെ. അതെ, അപ്പൊ എന്തായാലും ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമല്ലോ. ആ, റോസാപ്പൂ കൊടുത്തു. ആ, ഇവിടെ ഇവരെ ആശംസകളൊക്കെ അറിയിപ്പിക്കാനായിട്ട് എൽദോ സാറും കൂടി എത്തിയിട്ടുണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. സാറേ, ഇപ്പോൾ ഇവരിങ്ങനെ ഇന്ത്യ ചുറ്റാൻ പോണേ, എന്താണ് ഈ അവസരത്തിൽ? ഒരു യുവാക്കളുടെ ഒരു ആഗ്രഹമാണ് ഇന്ത്യ ചുറ്റണം, ഇന്ത്യ മനസ്സിലാക്കണം. ഇന്ത്യ എമ്പാടുമുള്ള ആളുകളുടെ ജീവിതശൈലി, അവരുടെ ജീവിത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ളൊരു യാത്രയാണ്. അതിന് എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം കേട്ടോ. സാറ് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എല്ലാ യുവാക്കളുടെ ഒരു ആഗ്രഹം ഒരുക്കുമല്ലോ, പ്രത്യേകിച്ച് യാത്ര ഇഷ്ടപ്പെടുന്നവരാ. അപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഭാവിയിൽ ഞാനും പോകും. അപ്പോൾ അത് എടുത്ത് പറയാനായിട്ട് ഭയങ്കര സന്തോഷം നിങ്ങൾ പോണേൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ശരി. ആ, എവിടെയായിരുന്നു ഒരു കൂട്ടുകാരൻ ഇങ്ങനെ യാത്ര പോകുമ്പോ അല്ലേ? അല്ല, ഞങ്ങൾ വരെ നേരത്തെ എത്തി, നിങ്ങൾ എവിടെയായിരുന്നു? ആ, ഉറങ്ങിപ്പോയി.
ഞാനിപ്പോൾ എടപ്പള്ളിപ്പള്ളിയിലായതുകൊണ്ട് പറഞ്ഞാണ് ഞങ്ങൾ ഈ കൊച്ചിയിൽ നിന്ന് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങൾ പോകുമ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് എടപ്പള്ളിപ്പള്ളി പോയി തീർച്ചയായിട്ടും പോകാമെന്ന് പറയും. അതെന്തോ ഒരു അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതൊരിക്കലും ക്രിസ്ത്യാനികളെ പ്രൊമോട്ട് ചെയ്തതല്ല കേട്ടോ. അതിൻ്റെ അത് ഇപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ഹിന്ദു ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, എല്ലാ ജാതിക്കാരുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ മതസ്ഥരും ഉണ്ടാവും. അപ്പോൾ അതൊന്നും വിഷയമുള്ള കേസല്ല. അവർ തിരിച്ച് അമ്പലത്തിൽ പോകുന്ന പറഞ്ഞാൽ അവിടെയും ഞങ്ങൾ പോകും. കാരണം ഒരു വളവിൽ അമ്പലമാണെങ്കിൽ അടുത്ത വളവിൽ ക്രിസ്ത്യൻ പള്ളിയായിരിക്കും, അതിൻ്റെ അടുത്ത വളവിൽ മുസ്ലിം പള്ളിയായിരിക്കും. അപ്പോൾ അതല്ല, ഞങ്ങൾ യാത്രയെ പ്രണയിക്കുന്നവരാണ്. ഞങ്ങളുടെ ഉള്ളിൽ മറ്റൊന്നുമില്ല. എന്നാൽ പ്രാർത്ഥന വേണ്ടതൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകാറുള്ളതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. കൂടെ സിജോണ്ട് ബേബിയുണ്ട്. അല്ല, അവനോട് എന്താ ചോദിക്കാൻ നോക്കിയിട്ടാണ്. ഇല്ല അതല്ല. അപ്പോൾ എന്തായാലും അവർക്ക് അങ്ങനെ ട്രിപ്പ് പോകാൻ പറ്റും, നമുക്ക് ഭാവി പോടാം അല്ലേ? എന്ന് വേറെ ഒന്നും പറയാനല്ലോ ഡിക്സനെ കുറിച്ച്. ഞങ്ങളുടെ തമാശന് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഡിക്സൺ ഇത് പോകാനുള്ള കാരണം വേറെയാണ് മറ്റേ. അല്ല, ഇതുവരെ ഡിക്സൺ ഇങ്ങനെ അത് ഉൾപ്പെടുത്തല്ല, അത് പറഞ്ഞാൽ തീർന്നു. ഡിക്സണും തീർന്നു. ഡിക്സനെ വണ്ടി വേണ്ടി പുറത്തേക്ക്. അല്ല, ഞങ്ങൾ തമാശനോട് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.